മലമൂത്ര വിസർജനത്തിന് സന്ദർഭത്തിൽ കറാഹത്താകുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അൽ കലാമു അസ്നാ ഖദാഇഹ, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് സംസാരിക്കുക എന്നത്. അൽ അല്ലാമ അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, യുക്റഹുൽ കലാമു അലാ ഖദാഇൽ ഹാജതി ബിഅയ്യി നൗഇൻ മിൻ അൻവാഇൽ കലാം. മലമൂത്ര വിസർജനം നടത്തുന്ന സന്ദർഭത്തിൽ ഏതു തരത്തിലുള്ള സംസാരവും കറാഹത്താണ്. മക്റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? വെറുക്കപ്പെട്ടതാണ്. അത് ചെയ്താൽ ശിക്ഷയുണ്ടോ? ഇല്ല. എന്നാൽ ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട്. ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട്, ചെയ്താൽ ശിക്ഷയില്ല. ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാ നിലക്കുള്ള സംസാരവും മലമൂത്ര വിസർജന വേളയിൽ കറാഹത്താണ്. വയുസ്തസ്നാ മിൻ ഹാദാ കുല്ലിഹി മൗദിഉ ദറൂറ, ഈ പറഞ്ഞതിൽ നിന്ന് അനിവാര്യ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അനിവാര്യ സാഹചര്യമുണ്ടായാൽ, അതല്ലെങ്കിൽ ആവശ്യമുള്ള സാഹചര്യമുണ്ടായാൽ സംസാരിക്കാം. നിങ്ങൾ പഠിച്ചോളൂ, ഇതൊരു ഖാഇദയാണ്, അടിത്തറയാണ്. ലാ കറാഹത ഇൻദൽ ഹാജ, ആവശ്യ സന്ദർഭങ്ങളിൽ കറാഹത്ത് ഒഴിവാകുന്നതാണ്. ഒരു കാര്യം കറാഹത്താണെന്ന് നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളുക. ഏതെങ്കിലും സന്ദർഭത്തിൽ അത് ചെയ്യേണ്ട ആവശ്യം വന്നു എങ്കിൽ അത് കറാഹത്തല്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? എല്ലാ കറാഹത്തിലുള്ള വിധിയാണിത്. എന്തായത്? ലാ കറാഹത മഅൽ ഹാജ, കറാഹത്ത എന്തൊരു കാര്യവും നിനക്ക് ആവശ്യം വന്നു, അത് ചെയ്യേണ്ട ആവശ്യം വന്നു എങ്കിൽ ആ സന്ദർഭത്തിൽ അത് കറാഹത്തല്ല. ആവശ്യ സന്ദർഭങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉദാഹരണത്തിന് മലമൂത്ര വിസർജന സമയത്ത് സംസാരിക്കുന്നത് കറാഹത്താണ്. ആവശ്യം വന്നാലോ സംസാരിക്കാം. ഉദാഹരണത്തിന് എൻ്റെ ഉമ്മ നീ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ചു വയ്ക്കുക, നീ സാധനം എവിടെ എടുത്ത് വെച്ചത്, ഒന്നും മിണ്ടാതിരിക്കണോ? ഇല്ല, പറയാം. കാര്യം എന്താണ് ആവശ്യമുള്ളത് പറയാം, ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തീർക്കാം. അതുപോലെ തന്നെ നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞ ഉദാഹരണമാണ്, ഒരാൾ മലമൂത്ര വിസർജനം മുന്നിൽ ഒരു മനുഷ്യൻ, കണ്ണ് കാണാത്ത ഒരാൾ വല്ല കുഴിയിലേക്കോ മറ്റോ വീഴാൻ പോകുന്നു. അപ്പോൾ അവനോട് പറയണം. ആ സന്ദർഭത്തിൽ കറാഹത്തല്ല, ചില സമയത്ത് വാജിബാകും, നിർബന്ധമാകും. നിനക്ക് അയാളോട് നീ പറഞ്ഞു, നീ എല്ലാ പറയാനില്ലെങ്കിൽ പറയണം. സഹോദരങ്ങളെ, മലമൂത്ര വിസർജനത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു നിലക്കുള്ള സംസാരവും പാടില്ല, അതിൽ സിക്റും പാടില്ല, അതുപോലെ പരസ്പരമുള്ള സംസാരങ്ങൾ പാടില്ല, അതുപോലെ ഒറ്റയ്ക്കിരുന്ന് പാട്ടുപാടുക, വർത്താനം പറയാൻ പാടില്ല. അതൊക്കെ ചില ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, പാടില്ല, സാധനം ഒഴിവാക്കേണ്ടതാണ്. അൽ ബൗലു ഫി മഹബ്ബി റിയഹ്, കാറ്റ് വീശുമ്പോൾ അതിൻ്റെ എതിർ ദിശയിൽ മൂത്രമൊഴിക്കുന്നത് കറാഹത്താണ്. അത് ശരീഅത്തിലെ വ്യക്തമായ തെളിവ് ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അത് ബുദ്ധിപരമായ തെളിവുകൾ കൊണ്ടാണ് അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തുകൊണ്ടത് പാടില്ല എന്ന് പറയാൻ കാരണം, കാറ്റ് ഇങ്ങോട്ട് വീശും, അപ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ എന്താവും? എത്തുകന്നെ തെറിക്കും, അപ്പോൾ പാടില്ല. അതേപോലെയാണ് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നിങ്ങൾക്ക് പലതും കാണാം, മൂത്രം ഒഴിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ധാരാളം എണ്ണി പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന് മാളത്തിലേക്ക് മൂത്രമൊഴിക്കരുത്. എന്തുകൊണ്ട്? മാളത്തിലേക്ക് മൂത്രം ഒഴിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ജീവികളുണ്ടാവും, അവരുടെ വീടായിരിക്കും അത്, നീ അത് മോശമാക്കും. ചെറിയ ജീവിയാണെങ്കിൽ പോലും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാമ്പ് ഇരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ജീവികളുണ്ടാവും, ചിലപ്പോൾ പുറത്തേക്ക് വരും. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഷുഖഖ്, വിള്ളലുകൾ, അതിനിടയിലേക്ക് മൂത്രമൊഴിക്കരുത്. കാരണം വിള്ളലുകൾ ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉറുമ്പിൻ്റെ മാളങ്ങളോ മറ്റോ വീടുകളോ ഒക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഉറച്ച സ്ഥലങ്ങളിലേക്ക് മൂത്രമൊഴിക്കരുത്. കാരണം എന്താ? തിരിച്ചു മൂത്രം അതുപോലെ ശരീരത്തിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ടാണ് ചില കിതാബുകൾ കാണാം, അവൻ താഴ്ന്ന മൂത്രം വലിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ പോയി മൂത്രമൊഴിക്കുക. മൂത്രം വലിച്ചെടുക്കുന്ന മണ്ണാണെങ്കിൽ അവിടെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ മൂത്രം തിരിച്ചേക്കും. അതേപോലെയാണ് ഈ ക്ലോസറ്റിൽ പോയി മൂത്രമൊഴിക്കുന്നത്. പക്ഷേ മൂത്രമൊഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? തെറിക്കുന്നത് ശ്രദ്ധിക്കണം. നിനക്ക് തീരെ തെറിക്കുന്നത് ഒഴിവാക്കാതെ മൂത്രമൊഴിക്കുമ്പോൾ ഡ്രസ്സ് ഊരണം, ഊരിയിട്ടേ മൂത്രമൊഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡ്രസ്സിലേക്ക് മൂത്രമാവും. അപ്പോൾ ഡ്രസ്സിലേക്ക് മൂത്രം തെറിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ഡ്രസ്സ് ഊരി വെച്ചതിന് ശേഷം മൂത്രം എവിടെയൊക്കെ ആയിട്ടുണ്ടോ അവിടെയൊക്കെ വൃത്തിയാക്കണം. ഇസ്തിസ്ഹാബു മാ ഫീഹി ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒപ്പം കൊണ്ടുപോകരുത്. എന്ന് പറഞ്ഞാൽ ദീന് പഠിപ്പിക്കുന്ന എന്തെങ്കിലും കിതാബുകൾ ഉണ്ടെങ്കിൽ അതും എടുത്ത് ബാത്റൂമിലേക്ക് കയറരുത്, കറാഹത്താണ്. മുസ്ഹഫ് ഉണ്ട് എങ്കിൽ മുസ്ഹഫുമായി ബാത്റൂമിലേക്ക് കയറരുത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ലാ കറാഹത്ത മഅൽ ഹാജ, അവശ്യ സന്ദർഭങ്ങളാണെങ്കിൽ കറാഹത്തില്ല. ഉദാഹരണത്തിന് നീ യാത്രയിലാണ്, കുറേ കിതാബുകളൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് പോകുന്നത്, പറയാം യാത്രയിൽ പോകുന്ന സന്ദർഭത്തിൽ കയ്യിൽ കുറേ പുസ്തകങ്ങളുടെ മുസ്ഹഫ് ഉണ്ടാവും. ചിലപ്പോൾ ഇത് പുറത്ത് വെച്ച് പോയാൽ ചിലപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ടുപോകും. ബാഗിൽ മുസ്ഹഫാണെന്ന് കള്ളനറിയില്ല, ചിലപ്പോൾ പൈസ ആണെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ടേക്കാം, പുറത്തു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ കയറ്റേണ്ടി വന്നു എങ്കിൽ അത് കയറ്റാം, പ്രശ്നമില്ല, കറാഹത്തില്ല. അപ്പോൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന എന്തൊരു കാര്യം കിതാബുകളോ അതല്ലെങ്കിൽ മുസ്ഹഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതുമായി മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് കയറാൻ പറ്റില്ല. ഗൾഫിൽ താമസിക്കുന്ന ആളുടെ നോട്ട്
നോട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അള്ളാഹിൻ്റെ പേരുണ്ടാവും. അപ്പോൾ ഇത് പുറത്ത് വെച്ച് പോയാൽ ചിലപ്പോൾ കള്ളൻ എടുത്തു കൊണ്ടുപോകും. അപ്പോൾ നിനക്ക് അതുമായി ഈ പറഞ്ഞ സ്ഥലത്തേക്കാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അവിടെ വെച്ച് തുറക്കരുത്. അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ പേരുള്ള കാര്യങ്ങൾ തുറക്കരുത്. അതിൽ ഏത് പെടും? മൊബൈൽ പെടും. മൊബൈലിൽ ഖുർആൻ്റെ ദിക്റുണ്ടോ എന്ന് ചോദിച്ചാൽ മൊബൈൽ എന്താണ്, അതിൻ്റെ സ്ക്രീനിനനുസരിച്ചാണ്. സ്ക്രീനിൽ എന്താണോ നീ കാണിക്കുന്നത് അതിൽ വരാം. ഉദാഹരണത്തിന് നിൻ്റെ ഹൃദയത്തിൽ നീ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട് എങ്കിൽ നിനക്ക് ബാത്റൂമിൽ കയറാൻ പറ്റില്ലെന്നുണ്ടോ? ഇല്ല. ഹൃദയത്തിൽ ഖുർആൻ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഖുർആൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, മൊബൈൽ തുറന്നു വെച്ചിട്ട് ബാത്റൂമിൽ ഇരിക്കരുത്. അതല്ലെങ്കിൽ മൊബൈൽ പോയിട്ട് നോക്കുക, അപ്പോൾ അതിൽ ഖുർആനോ മറ്റോ വരാം, അത് ബാത്റൂമിൽ നോക്കരുത്. ബാത്റൂമിൽ കയറുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ അള്ളാഹുവിനുള്ള ദിക്ർ അത് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ദിക്ർ ചൊല്ലാനും പാടില്ല. പണ്ഡിതന്മാർ നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഫലാ യുസബ്ബിഹ്, തസ്ബീഹ് എല്ലാം പാടില്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറയും. വലാ യുഹല്ലിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്. വലാ യറുദ്ദു സലാം, സലാം മടക്കരുത്. സലാം പറഞ്ഞു നേരിക്കുക, സലാം മടക്കരുത്, കറാഹത്താണ്. വലാ യുശമ്മിത്തുൽ ആതിസ്, ഒരാൾ തുമ്മി നേരിക്കുക, അർഹംകല്ലാഹ് എന്ന് പറയരുത്. അതുപോലെ വലാ യഹ്മദുല്ലാഹ ഇദാ അതസ്, അവൻ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറയരുത്. വലാ യഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നതിന് തുല്യമായി അല്ലാഹു അക്ബർ എന്ന് പറയരുത്. ഒന്നും ഇതൊക്കെ ഒഴിവാക്കേണ്ടതല്ല. വലതു കൈകൊണ്ട് മലമൂത്ര വിസർജനം വൃത്തിയാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയ കാര്യമാണ്. നേർക്ക് നേരെ വലത് കൈ കൊണ്ട് പിടിച്ച് ഒരു മറ പോലും കയ്യിലില്ലാതെ ഗുഹ്യസ്ഥാനത്ത് വലത് കൈ കൊണ്ട് സ്പർശിക്കുക എന്നത് കൂടുതൽ ഗുരുതരമാണ്. വലത് കൈ കൊണ്ട് പിടിക്കാനും പാടില്ല. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ എന്ത് ചെയ്യരുത്, വലതേ കൈ കൊണ്ട് ഗുഹ്യസ്ഥാനത്ത് പിടിക്കരുത്, ഇടത് കൈ കൊണ്ട് അത് ചെയ്യാൻ പാടുള്ളൂ. മൂത്രമൊഴിക്കുന്ന സമയത്തോ മറ്റോ ഒരിക്കലും ഗുഹ്യസ്ഥാനത്ത് വലത് കൈ കൊണ്ട് പിടിക്കരുത്, പിന്നെ ഇടതേ കൈ കൊണ്ടേ പിടിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇടത് കൈ കൊണ്ട് ആണ് വൃത്തിയാക്കേണ്ടത്, മലമൂത്ര വിസർജനം വൃത്തിയാക്കേണ്ടത്. വലത് കൈ കൊണ്ട് വൃത്തിയാക്കാൻ പാടില്ല. ഇത് മറയില്ലാതെയാണ് എങ്കിൽ കൂടുതൽ ഗുരുതരമാണ്. ചിലർ ഹറാം എന്ന് വരെ പറഞ്ഞിട്ടുമുണ്ട്. മറയില്ലാതെയാണെങ്കിൽ വലത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം വൃത്തിയാക്കരുത്. അങ്ങനെ ഒരു ഉദാഹരണത്തിന് കല്ലുകൊണ്ട് വൃത്തിയാക്കാൻ, അപ്പം മറയുണ്ട്, നേരെ കൈകൊണ്ട് മലമൂത്ര വിസർജനം സ്പർശിക്കുന്നില്ല. പക്ഷെ കല്ലില്ലാതെ കൈകൊണ്ട് നേരെ വൃത്തിയാക്കുകയാണെങ്കിലോ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയാണ്, ഹറാമാണ്. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഇതുപോലെ തന്നെ കുട്ടികളുടെ ഇത് വൃത്തിയാക്കി കൊടുക്കുമ്പോൾ വലത് കൈകൊണ്ട് ഉമ്മമാർ കുട്ടികളെ വൃത്തിയാക്കി കൊടുക്കരുത്, ഇടത് കൈ കൊണ്ടാണ് വൃത്തിയാക്കി കൊടുക്കേണ്ടത്. രോഗികളുടെ ഇത് വൃത്തിയാക്കി കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് വൃത്തിയാക്കി കൊടുക്കരുത്, ഇടത് കൈ കൊണ്ട് വൃത്തിയാക്കാൻ.